മലപ്പുറം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ഐവന്തം കാവിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പൂജിക്കുന്ന ദേവത എന്ന് പറഞ്ഞാൽ പരദേവത ക്ഷേത്രമാണിത്. ഇത് പണ്ട് കാലത്തൊരു ചെറിയ ക്ഷേത്രമായിരുന്നു. പിന്നെ ഇത് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം വലിയ രീതിയിൽ പുനർനിർമ്മിക്കുകയും ഒക്കെ ചെയ്തൊരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ തിരുമേനി കാരണമാണ് ഈ ക്ഷേത്രം ഇങ്ങനെയും അതിപ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവതിയുടെ ഇതുണ്ടെങ്കിൽ പോലും തിരുമേനി എല്ലാവരോടും നല്ല സൗമ്യമായിട്ടും കാര്യങ്ങളുമായിട്ടാണ്. അതുപോലെ തിരുമേനി ഓരോരുത്തരെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്നതോറും ആളുകൾ കൂടുകയല്ലാതെ കുറയുന്നൊന്നുമില്ല. ക്ഷേത്രം മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ പലതുണ്ട്. കാരണം ക്ഷേത്രം പണ്ട് കാലത്ത് എന്നാൽ ഒരു കോവിൽ മാത്രമായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ക്ഷേത്രം അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ച് അത്യാവശ്യം വലിയ രീതിയിലൊക്കെ ആയി ക്ഷേത്രം മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് ഒന്ന് എടുത്ത് പറയാനുള്ള ഒന്ന് വെച്ചാൽ ഒരു കാവുണ്ട്. ആ കാവിലേക്ക് ക്ഷേത്രത്തിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം ചെല്ലേണ്ടത് അവിടെ നിന്നും കാവിലേക്ക് പോകണം. കാവിലേക്ക് പോയതിന് ശേഷം കാവിൽ തൊഴുതതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കാവിലേക്ക് തന്നെ നടന്നത്. ഈ ക്ഷേത്രത്തിന് കുറച്ച് നടക്കാനുണ്ട്. ഒരു 100-150 മീറ്റർ 200 മീറ്ററിൻ്റെ അടുത്തുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാലാണ് ഇതിലേക്ക് പോവുക. അവിടേക്ക് പോയി അവിടെ കാവിൽ തൊഴുതതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഐവന്തം കാവ് പരദേവതയുടെ മുന്നിൽ നമുക്ക് തൊഴാനുള്ള അവകാശമുള്ളൂ. നമുക്ക് ദേവീയുടെ മുന്നിൽ തൊഴുത് വരാനുള്ളൂ. അത് കാവിൽ നമ്മളെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ദേവിയെ കാണാൻ വേണ്ടി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. എന്നതിന് ശേഷം ക്ഷേത്രത്തിൽ നമ്മൾ ചുറ്റുകലും ഒക്കെ പ്രാർത്ഥിക്കലും ചുറ്റിലൊക്കെ അതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ നേരിട്ട് ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും കാവിലേക്ക് പോകാൻ പാടില്ല. അതാണ് ഈ കാവിൻ്റെ ഈ പരദേവത ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ. അതാണ് ഇതിൻ്റെ മനോഹര രീതി. പിന്നെ അതുപോലെ തന്നെ ഈ കാവ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അതേപോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് കാടും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാവും പ്രദേശം തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ മലപ്പുറം ജില്ലയിലെ എട്രിക്കോടിൽ നിന്നും പോകുന്ന എട്രിക്കോട് കടുങ്ങാത്തോണ്ട് റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാവുംപടി എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് വരുന്നത്. അവിടെ വന്ന കുറുക റൂട്ടിലാണ്. അപ്പോൾ കാവുംപടി എന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ ഈ ക്ഷേത്രം നല്ല മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രം നമുക്ക് കണ്ടുപോകാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ തിരുമേനിയാണ്. തിരുമേനി എല്ലാവരുടെയും പ്രശ്നങ്ങൾ അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളും തിരുമേനി കണ്ടുപിടിക്കുന്നതാണെന്ന് നമുക്കറിയില്ല. എന്നാലും അതാണ് അവിടുത്തെ വിശ്വാസം. തിരുമേനി വന്നതിന് ശേഷമാണ് ക്ഷേത്രം ഓരോ ദിവസവും ഈ ക്ഷേത്രം ഇങ്ങനെ മനോഹരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനു മുന്നേ സാധാ ഒരു കൊച്ചു ക്ഷേത്രമായി കിടന്നിരുന്ന ക്ഷേത്രം ഇന്ന് ഇത്രയും വലിയ രീതിയിലായത് നമ്മുടെ തിരുമേനി മാത്രം കാരണമാണ്. കാരണം തിരുമേനി ആളുകൾക്ക് കൊടുക്കുന്ന സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തിരുമേനിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒരു തവണ വന്നാൽ പോലും തിരുമേനി പിന്നെ ആളെ മറക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അത്രയും മനോഹരമായൊരു ക്ഷേത്രമാണ്. നമുക്ക് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ